والصلاة والسلام على من لا نبي بعده. صحيح ترغيب والترهيب كتاب النوافل അടുത്ത ഫസ്ൽ الترغيب في صلاة التوبة. തൗബയുടെ നിസ്കാരം അതിലേക്കുള്ള പ്രോത്സാഹനമാണ്. തൗബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ്. 3 നിബന്ധനകളാണ് തൗബ ചെയ്യുന്ന ഒരാൾ പാലിക്കേണ്ടത്. ഒന്ന്, ഏത് പാപമാണോ അവന് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊന്നിൽ നിന്നാണോ തൗബ ചെയ്യുന്നത് അത് അവസാനിപ്പിച്ചിരിക്കണം. 2, ആ പാപം ചെയ്തതിനെ സംബന്ധിച്ച് അതിയായ ഖേദം, നെദുമുണ്ടായിരിക്കണം. ആ ഖേദം തന്നെയാണ് യഥാർത്ഥത്തിൽ തൗബ എന്ന് വേറെ ഹദീസുകളിൽ കാണാം. ആ ഖേദം ഉണ്ടായിരിക്കണം. 3, ഇനി ഒരിക്കലും ആ പാപത്തിലേക്ക് മടങ്ങില്ല എന്ന ദൃഢമായ നിശ്ചയം ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഒരാൾ തൗബ ചെയ്യേണ്ടത്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടത്. അപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു വ്യക്തി അവന് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ അള്ളാഹുവിനോട് തേടാനും എല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൽപ്പെട്ടൊരു കാര്യമാണ് തൗബക്ക് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത്. അതങ്ങനെ ഒരു മുസ്തഖിലായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകമായിട്ടൊരു നിസ്കാരമല്ല, ഐച്ഛികമായിട്ടുള്ള നിസ്കാരം തന്നെയാണ്. പക്ഷെ അവന്റെ ഉദ്ദേശം പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തിലാകുന്നു എന്ന് മാത്രം. ഈ ഫസ്ലിലെ ഹദീസ് عن أبي بكر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മാ മിൻ റജുലിൻ യുദ്നിബു ദംബൻ, ഒരു വ്യക്തിയുമില്ല അവനൊരു പാപം ചെയ്യുകയാണ്, സുമ്മ യഖൂമു ഫയതതഹറു, അവന് പാപം സംഭവിച്ചു പോയി, ഏതെങ്കിലും ഒരു പാപം സംഭവിച്ചു പോയി, അങ്ങനെ അവൻ വുദു എടുത്തു, ഏറ്റവും നല്ല രീതിയിൽ വുദു എടുത്തു, സുമ്മ യുസല്ലി, അങ്ങനെ അവൻ ശുദ്ധിയായിട്ട് സുമ്മ യുസല്ലി അവൻ നിസ്കരിക്കുകയാണ്. ചില റിവായത്തിൽ സുമ്മ യുസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് അവൻ നിസ്കരിക്കുകയാണ്. ഐച്ഛികമായിട്ടുള്ള സുന്നത്തായിട്ടുള്ള രീതിയിൽ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്. എങ്കിൽ ഇല്ലാ ഗഫറല്ലാഹു ലഹു, അങ്ങനെ അവൻ ചെയ്താൽ അവന്റെ പാപം പൊറുക്കപ്പെടാതിരിക്കില്ല, അല്ലെങ്കിൽ അവന്റെ പാപം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരം കൊണ്ട് ആ ഇസ്തിഗ്ഫാർ കൊണ്ട് പുറത്തു കൊടുക്കുന്നതാണ് എന്നുള്ളത്. ثم قرأ هذه الآية, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله واستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ഈ ആയത്ത് പാരായണം ചെയ്തു. എന്താണ് ആയത്തിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും, ആരെങ്കിലും മ്ലേച്ഛമായിട്ടുള്ള ഫാഹിശത്തായിട്ടുള്ള പാപങ്ങൾ ചെയ്യുകയാണ്, വൃത്തികെട്ട തെറ്റുകൾ ചെയ്യുകയാണ്, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വന്തത്തിനോട് ദുൽമു ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന പാപങ്ങൾ, അല്ലാഹു തആല വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവന് സംഭവിച്ചു പോവുകയാണ്. ദക്കറുല്ലാഹ, പിന്നീട് അവന് അള്ളാഹുവിനെ ഓർക്കുകയാണ്, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്ന നിലക്ക് അവൻ അള്ളാഹുവിനെ ഓർക്കുകയാണ്, ഞാൻ അള്ളാഹുവിനോടുള്ള ഹക്കിൽ വീഴ്ച വരുത്തിയല്ലോ, അല്ലെങ്കിൽ അള്ളാഹു വിരോധിച്ചൊരു കാര്യം ചെയ്തല്ലോ, അല്ലെങ്കിൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യം ഒഴിവാക്കിയല്ലോ എന്ന നിലക്കൊക്കെ അവൻ അള്ളാഹുവിനെ ഓർക്കുകയും ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അങ്ങനെ അവൻ എന്ത് ചെയ്യാണ്, അവന്റെ ആ പാപം, ആ പാപത്തിന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് പാപം പൊറുക്കാനുള്ളത്? അപ്പൊ എത്ര പാപം സംഭവിച്ചാലും, അത് എണ്ണത്തിൽ അധികമായാലും, എത്ര വലിയ പാപമാണെങ്കിലും നമുക്കുള്ള ഒരേ ഒരു മാർഗം എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ മടങ്ങലാണ്. അള്ളാഹു അല്ലാതെ ആരും പാപം പൊറുക്കാനല്ല. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിനോടൊപ്പം പറയുന്നുണ്ട് അല്ലാഹു തആല, വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന ആ പാപങ്ങളിൽ തുടരുന്ന ആളുകളുമാവില്ല അവർ. തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപത്തിൽ തുടർന്നുകൊണ്ട് ഒരാൾക്ക് തൗബ ചെയ്യാൻ പറ്റൂല, ആ പാപത്തിൽ തുടർന്നുകൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് തേടാൻ പറ്റൂല. അവർ വേണം, മുസിറായിക്കൊണ്ട് വേണമെന്ന് വെച്ച് അത് ചെയ്ത് തുടർന്നുകൊണ്ട് അത് സാധിക്കില്ല, അത് അവസാനിപ്പിക്കണം. എന്നിട്ട്
തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു മഹത്തായ മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടാക്കാത്ത നിസ്കാരം പ്രത്യേകമായിട്ട് സ്വലാത്ത് തൗബ എന്നുള്ള പേരിൽ പ്രത്യേക രൂപത്തിലോ കോലത്തിലോ ഒന്നും വന്നിട്ടുള്ളതല്ല. ഇതാകെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം എന്നോണം ഒരടിമ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി ഒരു സൽക്കർമ്മം ചെയ്യുക എന്ന നിലക്ക് രണ്ടറക്കായത്ത് നിസ്കരിക്കുകയും അള്ളാഹുവിനോട് പാപങ്ങളിൽ നിന്ന് ഇസ്തിഗ്ഫാറും തൗബയും എല്ലാം ചെയ്യാൻ വേണ്ടി ആ രണ്ടറക്കായത്ത് നിസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പാപങ്ങൾ സംഭവിക്കുന്നവരാണ്, അബദ്ധങ്ങൾ പറ്റുന്നവരാണ്. അങ്ങനെ സംഭവിച്ചാൽ രണ്ടറക്കായത്ത് ഏറ്റവും നല്ല രീതി വുളു എടുത്ത് രണ്ടറക്കായത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാൻ ശ്രമിക്കുക. പക്ഷെ പാപങ്ങൾ അധികരിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ രണ്ടറക്കായത്ത് നിസ്കരിക്കാനുള്ള ഒരു തൗഫീഖ് ലഭിക്കാതെ പോകും എന്നുള്ളതാണ് അതിന്റെ അപകടം. അപ്പോൾ പാപങ്ങളിൽ നിന്ന് പുറത്തു കിട്ടാൻ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.